Hi friends, welcome back to another episode of KENZA TECHS. My name is RASAL FARHAN. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ലോക്കുകൾ കണ്ടിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് ലോക്ക്, ഫേസ് ലോക്ക്, പാറ്റേൺ ലോക്ക്, പിൻ കോഡ് അങ്ങനെ പല തരത്തിലുള്ള ലോക്കുകൾ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെ ഉണ്ട്. എന്നാൽ വോയിസ് ലോക്ക് നമ്മളിൽ പല ആളുകളും കേൾക്കാൻ സാധ്യത കുറവാണ്. അത്തരത്തിൽ നമ്മുടെ ഫോൺ ഏതുമാവട്ടെ, സാംസങ് ആവട്ടെ, റെഡ്മി ആവട്ടെ, ഏത് ഫോൺ ആവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ വോയിസ് ലോക്ക് സെറ്റ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് ഞാൻ അവിടെ സൈഡിൽ സ്ക്രീന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കിയാൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ നമ്മൾ പെർമിഷൻസ് എലോ കൊടുക്കുക. അതിനുശേഷം മുകളിലായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീൻ സ്റ്റാറ്റസ് എന്ന്. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക, ഗോട്ടിട്ടടിക്കുക. അതിനുശേഷം പെർമിഷൻസൊക്കെ എലോ കൊടുക്കുക, ഒന്ന് ബാക്ക് അടിക്കുക, ഓക്കെ കൊടുക്കുക. അങ്ങനെ എല്ലാ പെർമിഷൻസും എലോ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എലോ സെറ്റ് പിൻ. അപ്പോൾ നമുക്ക് സെറ്റ് പിൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരും. അതിൽ നമുക്കൊരു പിൻ കോഡ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ 3345 എന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഒന്നുകൂടി അത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. 3345 അത് സെറ്റായി, പിൻ കോഡ് സേവായി. ഇനി നമുക്ക് വോയിസ് എനേബിൾ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഇവിടെ വോയിസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വോയിസ് എന്നുള്ളിടത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ സൈഡിൽ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം, എലോ കൊടുക്കുക. അതിനുശേഷം ഹലോ, നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു പാസ്വേഡ് ആ റെക്കോർഡ് ആയിട്ടില്ല. ഒന്നുകൂടി ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞിട്ട് ഹലോ, നമ്മളിപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും വോയിസ് അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ ഒരു ലോക്ക് സെറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പിൻ കോഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പിൻ കോഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പിൻ കോഡ് അടിച്ചാലേ ലോക്ക് നമുക്ക് തുറക്കാൻ സാധിക്കുകയുള്ളൂ. പാറ്റേൺ ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പാറ്റേൺ ലോക്ക് അടിച്ചാലേ നമുക്ക് ലോക്ക് തുറക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു കോഡ് സെറ്റ് ചെയ്യുകയാണ്. ആ ഒരു കോഡ് എങ്ങനെയാണോ നമ്മളിതിൽ റെക്കോർഡ് ചെയ്തത് അതേ ശൈലിയിൽ തന്നെ പറഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് തുറക്കാനാവും. അതിൽ വോയിസ് ഒരു വിഷയമല്ല. അത് പറയുന്ന അതേ ശൈലിയിൽ മറ്റാര് പറഞ്ഞാലും നമുക്ക് ഈ ഒരു ലോക്ക് തുറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാക്കി ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹലോ എന്നാണ് ലോക്ക് സെറ്റാക്കിയത്. ഇപ്പോൾ ഞാനിതാ ഫോൺ ലോക്കാക്കിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഒറിജിനൽ ലോക്ക് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഫിംഗർ വെച്ച് ലോക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് പിൻ കോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിൻ കോഡ് കാണാൻ സാധിക്കും. അവിടെ മൈക്കിൻ്റെ ഒരു ഐക്കൺ കാണാം. അവിടെ പ്രസ് ചെയ്തിട്ട് ഹലോ, ലോക്ക് ഓപ്പൺ ആയി. അപ്പോൾ കുറച്ചൊരു സ്ലോ ആണെങ്കിലും വളരെ നല്ലൊരു ഇത് തന്നെയാണ്. പക്ഷേ ആ ഒരു കോഡ് ആര് നമ്മൾ പറഞ്ഞ അതേ ഒരു ശൈലിയിൽ പറയുന്നു അവർക്കൊക്കെ ഈ ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതൊരു ചെറിയ മൈനസ് പോയിൻ്റ് ആണ്. എന്നിരുന്നാലും നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിലൊക്കെ നമുക്കൊരു സെക്യൂരിറ്റി, അവർ ഫോൺ എടുത്ത് കളിക്കുന്നതിന് ചെറിയൊരു സെക്യൂരിറ്റി. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള നല്ല നല്ല ടെക്നോളജി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കെൻസ ടെക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.